വളരെ യാദർശികമായി നമ്മുടെ രാജഗിരി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് കാണിക്കുകയും ഞാൻ ആളുടെ ഒരു വീഡിയോ എടുത്തു. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു കേട്ടോ ആ വീഡിയോ. ഫസലിക്കേനെ കുറിച്ചാണ് പറയുന്നത്. പിൽക്കാലത്ത് ഫസലിക്കയുമായിട്ട് കുറച്ച് കമ്പനിയായി. അപ്പം വയനാട്ടുകാരനാണ് ഫസലിക്ക എന്ന് മനസ്സിലായി. പിന്നെ എപ്പോഴെങ്കിലും വയനാട്ടിൽ ഒരു ടൂർണമെൻറ്റ് വെക്കുകയാണെങ്കിൽ നിന്നെ ഉറപ്പായിട്ടും വിളിക്കാം, മല്ലു ക്രിക്കറ്റിനെ വിളിക്കാമെന്ന് പറയുന്നു. നമ്മൾ വയനാട്ടിൽ എത്തുക എന്ന് പറയുന്ന കൃഷ്ണഗിരി ഗ്രൗണ്ടിൽ ഒരു തവണ കളിക്കുന്നതിനേക്കാൾ ഉപരി കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ സ്വപ്നമായിട്ട് കരുതുന്നതാണ്. അപ്പം അവരൊരു ടൂർണമെൻറ്റ് ഫസലിക്കയും കൂട്ടുകാരും ചേർന്ന് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പ്ലാൻ ചെയ്യുന്നു. നമ്മളെ വിളിക്കുന്നു. ഇപ്പോൾ കൽപ്പറ്റയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതിരാവിലെ തന്നെ ഫസലിക്ക നമ്മളെ വന്ന് പിക്ക് ചെയ്യുന്നു. ആ ചിരിയോട് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങിയാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് വയനാട്ടിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ ചൂരൽമലയിലെ അതിജീവിതർക്ക് വേണ്ടിയുള്ള പുതിയ താമസ സൗകര്യമാണ്. പിന്നെ നമ്മൾ നേരെ ഫസലിക്കേൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മുട്ടം ഗ്രൗണ്ടിന് വഴിയാണ് പോയത്. അപ്പം മുട്ടം ഗ്രൗണ്ടിലേക്ക് എത്തി. വയനാട്ടിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രൗണ്ടുകളിലൊന്നാണ്. അതായത് ക്രിക്കറ്റ് ബോൾ ലീഗൊക്കെ കളിക്കുന്ന പിച്ചാണ് ഇപ്പുറത്ത് കാണുന്നത് കേട്ടോ. രാവിലെ കുറേ ചേട്ടന്മാരോട് ടെന്നീസ് ബോൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ തർക്കങ്ങൾ കാരണം ക്രിക്കറ്റ് ബോളിൽ കളി അവിടെ നടക്കുന്നില്ലെന്നാണ് തോന്നുന്നു. പിന്നെ നേരെ നമ്മൾ ഫസലിക്കേൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഭയങ്കര സ്പെഷ്യലായ ബ്രേക്ക്ഫാസ്റ്റ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കിട്ടിയപ്പോൾ ആ ദിവസത്തിന് വീണ്ടും മാറ്റുകൂടി. നേരെ നമ്മൾ ഫസലിക്കേൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോയി എനിക്ക് എടുത്തുതന്ന റൂമിലൊന്ന് ഫ്രഷായി. അപ്പോഴത്തേക്ക് ഫസലിക്ക വന്നു. ഇനി നമ്മൾ നാട് ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഓപ്ഷന് മുമ്പത്തെ തലേ ദിവസം ഒന്ന് വന്ന് നാട് ചുറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നേരെ ഫസലിക്ക ഒരു സ്പെഷ്യൽ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി. സമാധാനമാണല്ലോ വയനാട്. നമ്മളിതാ ഓപ്ഷന് വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളോടെ കൂടി ചുറ്റി കാണാമെന്ന് കരുതി ഫസലിക്ക തന്നെ നെല്ലാർശാല എന്ന് പറഞ്ഞൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. എറണാകുളത്തെ തിരക്കിട്ട ഓട്ടങ്ങൾക്കിടയിൽ ഇങ്ങനൊരു അസുലഭ അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കി. അവിടെ കുറച്ച് നേരം ഇരുന്നൊന്ന് സ്പെൻഡ് ചെയ്ത് കേട്ടോ. അവിടുത്തെ നല്ല കാറ്റും അടിച്ച് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് മെല്ലെ ലൈഫൊന്ന് സ്ലോ ആക്കി കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഓപ്ഷന് പങ്കുകൂടുകയാണ് മെയിൻ ഉദ്ദേശമെങ്കിലും ഗ്രൗണ്ട് ഒന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. കാരണം എത്ര കാലമായിട്ടുള്ള ആഗ്രഹമാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം ഒന്ന് കാണുക, അവിടെ ഒന്ന് കളിക്കുക എന്നുള്ളത്. ഒരു നോൺ ക്രിക്കറ്ററെ സംബന്ധിച്ച് ഇത് എത്രത്തോളം റിലേറ്റ് ആകുമെന്ന് അറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു ഡ്രീം കം മൊമെൻ്റാണ്. എനിവേ ഫസലിക്ക് അങ്ങനൊരു അവസരം ഒരുക്കി തന്നു. അതിനുശേഷം നേരെ ഞങ്ങൾ അഷ്റഫ് ഖാൻ്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. നല്ല സ്പെഷ്യൽ ബിരിയാണിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബിരിയാണി. ഫസലിക്ക പ്രത്യേകം ചൂസ് ചെയ്ത് കൊണ്ടുപോയതാണെന്ന് ഉറപ്പാണ്. അത് ഇഷ്ടപ്പെട്ടു. ഉച്ച കഴിഞ്ഞ് ഫസലിക്ക ഓപ്ഷൻ്റെ തിരക്കിലായി. എനിക്കൊരു 2 വീലർ തന്നു. ഞാനിനി സ്ഥലം നാട് കാണാൻ ഇറങ്ങുകയാണ്. അപ്പം ഞാൻ മാപ്പിൽ വെറുതെ നിയറസ്റ്റ് വ്യൂ പോയിൻ്റ് അടിച്ചിട്ട് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് പോയി വരാനുള്ളൊരു സമയമുള്ളൂ. പോയ വഴിക്ക് കണ്ട ഗ്രൗണ്ടാണ് കേട്ടോ. അധികം കൂട്ടുകാരൊന്നുമില്ല. അത് 3 കുട്ടികൾ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടോ. ശരിക്കും അടിപൊളി ക്ലൈമറ്റാണ്. നല്ല കാറ്റൊക്കെ വീശി ഞാൻ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് 2 വീലർ വെച്ചിട്ട് നടന്ന് കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഭയങ്കര സ്ലോ ആവുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ടല്ലോ. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ഓടി ഇതുപോലുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ ഈ പച്ചപ്പിലും ഈ ക്ലൈമറ്റിലും ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. ഈവനിങ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഫസലിക്ക പുള്ളിയുടെ 2 വീലർ എന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ച് ദൂരം ബൈക്ക് ഓടിച്ചു വന്നപ്പോൾ ഇടവഴി കയറി വന്നതാണ് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് കേട്ടോ. ഇവിടെ ആകെ കുറച്ച് കിളികളുടെ സൗണ്ടും അങ്ങ് അകലെ എവിടുന്നോ ആ മലകളിൽ എവിടെയോ നിന്ന് ഒരു അമ്പലത്തിൽ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു സൗണ്ടും ഇല്ല, ഒരു മനുഷ്യനും ഇല്ലാത്ത ഭയങ്കര, എനിക്ക് നോക്കാൻ പറ്റുന്ന എങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല. അത്ര ബ്യൂട്ടിഫുള്ളായൊരു സ്ഥലം, ഭയങ്കര സമാധാനം. ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാമേ. വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെ ഗ്രാമത്തിൻ്റെ എല്ലാവിധ സൗന്ദര്യവും സമാധാനമുള്ളൊരു സ്ഥലം. ഈ വഴികളും ഈ സൺസെറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞാൻ ആ എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഭയങ്കര മനോഹരമായ സൺസെറ്റാണ് ആ വ്യൂ പോയിൻ്റ്. എനിക്കറിയില്ല ഇത് എത്രത്തോളം അണ്ടർ റേറ്റഡ് ആയ സ്ഥലമാണെന്ന്. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇത് പെരുമ്പട്ട ഗവൺമെൻറ് UP സ്കൂളിനടുത്തുള്ളൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ഞാൻ വന്ന ലൊക്കേഷൻ വീണ്ടും മാപ്പിട്ട് വേറൊരു വഴി വന്ന സമയത്ത് കണ്ടൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. കുറേ കുട്ടികളവിടെ പല ടീമുകളായിട്ട് മിക്സ് ചെയ്ത് കളിക്കുകയാണ്. എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നാട്ടിൻപുറത്തെ ഫുട്ബോൾ കളി, നമ്മൾ ക്രിക്കറ്റ് കളിയുടെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫുട്ബോളും നമുക്കൊക്കെ ലഹരിയാണ്. സോ വളരെ മനോഹരമായ കാഴ്ചകൾ. എനിക്കെപ്പോഴും ഈ സൺസെറ്റിൻ്റെ ആ ഒരു ബാക്ക് ഡ്രോപ്പോട് വരുമ്പോഴത്തേന് ഇതിനൊക്കെ ഒരു പ്രത്യേകിച്ച് ഫീലാണ്. കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഫസലിക്കേൻ്റെ വീട്ടിലാണ് ഡിന്നർ. അവിടെ ഒരു സ്പെഷ്യൽ ഫുഡ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഭയങ്കര അടിപൊളിയായിരുന്നു. കുറുമ്പനിരുന്ന് കഴിക്കുന്നുണ്ട്, എന്നെ നോക്കണുണ്ടോ. സോ നമ്മുടെ വീട്ടിലെങ്ങനെ പോയി നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുമോ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. ഇനിയിപ്പം പിറ്റേ ദിവസം അതിരാവിലത്തെ കഥയാണ്. രാവിലെ തന്നെ നമ്മൾ പോന്നു. ഒരു കുരങ്ങൻ്റെ സാഹസം കണ്ടുകൊണ്ട് നമ്മൾ രാവിലെ തുടങ്ങുന്നു. നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വയനാട്ടിലെ ഇവരുടെ ഒരു
ഇവരുടെ ഒരു വീഡിയോ ചെയ്യണം. ഇവർ കുറേ പേര് ടെന്നീസ് ബോൾ കളിക്കുന്ന കുറേ പേര് ചേർന്നിട്ടുള്ളെടുക്കുന്ന വലിയ ഇനീഷ്യേറ്റീവാണ് വയനാട് ക്രിക്കറ്റ് കാർണിവൽ. സോ അവരുടെ കൂടെ ഒന്ന് പങ്കുചേരാനുള്ള ആഗ്രഹത്തിൽ അവരെയും കൂട്ടി രാവിലെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതും വളരെ മനോഹരമായൊരു ലൊക്കേഷനാണ്. അവിടെ ചെന്ന് അവർ 2-3 കളി കളിക്കുന്നു, ഞാനും ഓരോ കൂടെ ജോയിൻ ചെയ്യുന്നു. എൻ്റെ കുറച്ച് ബോളുകൾ, ഒരു ബോൾ അടിച്ചൊരു കിടിലൻ 6 ആണിത്. ചില ബോളുകൾ എനിക്ക് നന്നായിട്ട് എറിയാനും പറ്റി. ഒരു അടിപൊളി ഗ്യാങ് തന്നെ അവിടെയുണ്ട്. പിന്നെ ഫസിലിക്കേൻ്റെ കൂടെ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ചേച്ചീൻ്റെ വക രാവിലത്തെ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഡേ ആയി. ഇന്ന് രാത്രി ഓപ്ഷൻ കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോകും. പക്ഷേ വയനാട് ഇത്തവണത്തെ യാത്ര ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. പിന്നെ ക്രിക്കറ്റിൻ്റെ പേരിൽ വന്നതായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഓപ്ഷൻ സമയമാണ്. 1983 ഹോട്ടലിലാണ് കേട്ടോ ഓപ്ഷൻ നടക്കുന്നത്. നല്ല കിട്ടിലിനൊരു മഴയും കിട്ടി. ഞാൻ കുറച്ച് നേരം നടന്ന് ഗ്രൗണ്ടിലേക്ക് എത്തി. ഗ്രൗണ്ടിൻ്റെ വ്യൂ വീണ്ടും ഒന്ന് ആസ്വദിച്ചു. ഈ ഗ്രൗണ്ട് വിട്ട് പോകാൻ തോന്നുമില്ല. അവിടെ നിൽക്കുമ്പോഴത്തേന് ഭയങ്കര ഓർമ്മകൾ. കാരണം എത്ര കാലമായിട്ടാണ് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തെ ഇവിടെ കാല് കുത്തുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോൺ ക്രിക്കറ്റർക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ സ്വർഗ്ഗ സ്വപ്ന ഭൂമി പോലെയാണ്. സോ ഇതാണ് 1983 ഹോട്ടലിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഭയങ്കര രസമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പലതവണ. ഇവിടുത്തെ ചുമരുകളെല്ലാം ക്രിക്കറ്റ് കൊണ്ട് വരച്ച് ചേർത്താണെന്ന് തോന്നും. ഓപ്ഷൻ റൂമാണ്. ഞാനും എൻജോയ് ചെയ്തു കേട്ടോ. വേറൊരു നാട്ടിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഓപ്ഷൻ കൂടുന്നത്. താഴെ റെസ്റ്റോറൻറ്റിൽ ഒരു ചെറിയ പാട്ട് കേൾക്കുന്നുണ്ട്. ചുമരുകൾ വീണ്ടും ഇതെല്ലാം സിനിമ പോസ്റ്റേഴ്സാണ്. നല്ല കിഡിലിനൊരു ഡിന്നറും കഴിച്ചു. നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. സോ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നാട്ടിലേക്ക് എത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ